വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഉപ്പളയിൽ വൻ രാസലഹരി വേട്ട. 38.23 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ബജറ്റ് അവതരണം. അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് കാസർഗോഡ് ബജറ്റ് അവതരണം നടന്നു. ഹിന്ദു ഏകതാ സമ്മേളനം വിവിധയിടങ്ങളിൽ നടന്നു. ഹെഡ് ലോർഡ് ആൻഡ് ജനറൽ മസൂർ സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജയകുമാർ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാലകളിൽ സ്ത്രീ കൂട്ടായ്മയും സർഗാത്മകതയും സജീവമാക്കാനും മുഴുവൻ ഗ്രന്ഥശാലകളിലും വനിതാവേദികൾ രൂപീകരിക്കാനും ഓസ്തൂർക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം തീരുമാനിച്ചു. കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ പൊതുപ്രവർത്തകർക്ക് മാതൃകയെന്ന് KPCC സെക്രട്ടറി M. അസ്നാർ. കോൺഗ്രസ് നേതാവായിരുന്ന കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. അസ്നാർ. കൊറഗച്ച തെയ്യക്കോലം കെട്ടിയാടാറുള്ള കാഞ്ഞങ്ങാട് പ്രദേശത്തെ ഏക ദേവസ്ഥാനമായ കല്യാൺ റോഡ് കൊറഗച്ച ദേവസ്ഥാനത്ത് കൊറഗച്ച തെയ്യം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പളയിൽ വൻ രാസലഹരി വേട്ട. 38.23 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. ഉപ്പളയിൽ വൻ രാസലഹരി വേട്ട. 38.23 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിൽ. കുമ്പള ഷിറിയ സ്വദേശി ഇബ്രാഹിം സുഹൈൽ, ബന്ദിയോട് അടുക്കയിലെ മുഹമ്മദ് അനസുദ്ദീൻ എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെയോടെയാണ് പ്രതികൾ അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് MDMAയ്ക്ക് പുറമെ 1,62,500 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 2 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് സർക്കാർ ആശുപത്രിക്ക് സമീപത്ത് വച്ചാണ് മയക്കുമരുന്ന് വിൽപ്പന സംഘത്തെ പോലീസ് സിനിമാ സ്റ്റൈലിൽ പിടികൂടിയത്. മംഗൽപാടി സർക്കാർ ആശുപത്രിക്ക് സമീപം സർവീസ് റോഡിൽ KL 14 AB 9253 നമ്പർ വെളുത്ത സ്വിഫ്റ്റ് കാറിൽ MDMA വിൽപ്പന നടക്കുന്നതായി മഞ്ചേശ്വരം പോലീസ് സബ് ഇൻസ്പെക്ടർ വൈഷ്ണവ് രാമചന്ദ്രന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു പരിശോധന. കാർ മിന്നൽ വേഗതയിൽ വളഞ്ഞ് പരിശോധിക്കുകയായിരുന്നു. വാഹനവും പരിശോധിച്ചതിൽ ഡാഷ്ബോർഡിൽ നിന്നും വലിയ നോട്ടുകളും സഹയാത്രികന്റെ സീറ്റിനു പിന്നിലെ പൗച്ചിൽ സൂക്ഷിച്ചിരുന്ന സിപ്പ് ലോക്ക് കവറുകളിലുമായി MDMA കണ്ടെത്തി. പണം മയക്കുമരുന്ന് വിൽപ്പനയിലൂടെ ലഭിച്ചതാണെന്ന് പ്രതികൾ സമ്മതിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. MDMAയുടെ ഉറവിടം, വിതരണ ശൃംഖല, മറ്റു പ്രതികളുടെ പങ്ക് എന്നിവ കണ്ടെത്തുന്നതിനായി അന്വേഷണം വ്യാപിപ്പിച്ചതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ബജറ്റ്. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ 2026-27 വർഷത്തെ ബജറ്റ് വൈസ് ചെയർപേഴ്സൺ AD ലത അവതരിപ്പിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് വയറിംഗ്, പ്ലംബിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. സംസ്ഥാനത്തെ വ്യവസായ സൗകര്യമാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികളുടെ അനുരണങ്ങൾ നമ്മുടെ നഗരസഭയിലും പ്രതിഫലിക്കുന്നുണ്ട്. മുൻ നീക്കിയിരിപ്പ് ഉൾപ്പെടെ 129,39,157 രൂപ വരവും 110,95,84,000 രൂപ ചെലവും 17,63,55,157 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പ്രാദേശിക സമ്പദ്ഘടനയ്ക്ക് കരുത്തുപകരാനായി നഗരസഭാ തലത്തിൽ ചെറുകിട സംരംഭക യൂണിറ്റുകൾ തുടങ്ങുന്നതിന് സഹായം നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വനിതകൾക്ക് സംരംഭകത്വ വികസന യൂണിറ്റുകൾ, അപ്പാരൽ പാർക്ക് തുടങ്ങിയവയ്ക്കായി ഈ വർഷം തുക വകയിരുത്തിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് വയറിംഗ്, പ്ലംബിംഗ് തുടങ്ങിയ വിഷയങ്ങളിൽ നൈപുണ്യ പരിശീലനം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കും. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യതകൾ കണക്കിലെടുത്ത് വിവിധ വ്യവസായ ഗ്രൂപ്പുകളുമായി ചേർന്ന് ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ മേളകൾ, കരിയർ ബ്രിഡ്ജ് പ്രോഗ്രാം എന്നിവ സംഘടിപ്പിക്കും. വീട്ടുരുചികളോടെയുള്ള നല്ല ഭക്ഷണം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ വനിതകളുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കും. നഗരത്തിൽ എത്തിച്ചേരുന്ന സ്ത്രീകൾക്കായി അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച സ്ത്രീ സൗഹൃദ ശൌചാലയങ്ങൾ സ്ഥാപിക്കും. ഷീലോഡ്ജ് നവീകരണം, അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിൽ സ്ത്രീകൾക്കായി ജിം ഒരുക്കുന്നതിനുള്ള പദ്ധതിയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നഗരസഭാ പരിധിയിൽ 2 CDSകളിലായി 556 അയൽക്കൂട്ടങ്ങൾ നഗരപരിധിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്.
ഒരു അയൽക്കൂട്ടത്തിൽ നിന്നും ഒരു സംരംഭം എന്ന നിലയിലേക്ക് പ്രാദേശിക സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരും. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും തെരഞ്ഞെടുക്കപ്പെടുന്ന വയോജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉല്ലാസയാത്ര സംഘടിപ്പിക്കും. നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും ഉൾപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ അമ്മമാരെ ഓണക്കാലത്ത് ഓണക്കോടി നൽകി ആദരിക്കും. ഇതിനു പുറമെ വയോജനങ്ങൾക്ക് ശൌചാലയത്തോടു കൂടിയ മുറി, കട്ടിൽ, ഹാപ്പിനെസ് പാർക്ക് എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തി. സാമൂഹിക ഉത്തരവാദിത്വ ഗ്രൂപ്പുകളായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. HIV ബാധിതർക്കുള്ള പോഷകാഹാര വിതരണവും സാമൂഹിക ഉത്തരവാദിത്വ ഗ്രൂപ്പുകളായി ചേർന്ന് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. HIV ബാധിതർക്കുള്ള പോഷകാഹാരം വിതരണം ചെയ്യും. അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുന്നതിനുള്ള നടപടികൾക്കായി അതിദാരിദ്ര്യ കുടുംബങ്ങൾ ഉൾപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യും. ഭവനം വരുമാനദായകമായ പദ്ധതി ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള പദ്ധതികൾക്കൊപ്പം വാക്കർ, കണ്ണട തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങളും വിതരണം ചെയ്യും. നഗരസഭയിലെ ഏറ്റവും വലിയ പ്രശ്നമായ സാനിറ്ററി മാലിന്യങ്ങൾ സംസ്കരണം നടപടികൾ സ്വീകരിക്കും. നഗരസഭയ്ക്ക് കീഴിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട റോഡുകളുടെ നിലവാരം ഉയർത്തുന്നതിന് ഈ വർഷം തുക വകയിരുത്തിയിട്ടുണ്ടെന്നും ബജറ്റിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് കോടുംബളൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം നടത്തി. ബ്രഹ്മശ്രീ ഐക്യ കൃഷ്ണദാസ് വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഭാരതം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്ന സാമ്പത്തിക ശക്തിയായി തീർന്നത് അതിന്റെ സാംസ്കാരികതയിൽ ഊന്നിയുള്ള പ്രവർത്തന മാതൃകയിലൂടെയാണെന്നും ഭാരതത്തിന്റെ സാംസ്കാരിക വൈഭവത്തിന്റെയും സനാതന ധർമ്മത്തിന്റെയും മൂല്യസ്രോതസ് ഒന്നുതന്നെയാണെന്നും അത് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉത്തര കേരളം പ്രാന്ത പ്രമുഖ് UN ഹരിദാസ് പറഞ്ഞു. ഗുരുപുരം മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് നടന്ന കോടോംബേളൂർ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രഹ്മശ്രീ ഐക്യ കൃഷ്ണദാസ് വാഴുന്നവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ശ്രീശങ്കരം സനാതന ധർമ്മ പഠന കേന്ദ്രം 3-ാം മൈൽ ബ്രഹ്മചാരി ധർമ്മചൈതന്യ അനുഗ്രഹ ഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ സുരേഷ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു. വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ KK റാം, A. നാരായണൻ നായർ, ശിവരാമൻ നായർ, U. ബിജു, EK ഷാജി, ഗോവിന്ദൻ പെരൂർ, A. വിനു, ഡോക്ടർ NP ബാലസുബ്രഹ്മണ്യൻ, വിശ്വൻ മലയാക്കോൾ, ഗായിക KS സ്വർണലത, സിനിമാ താരം ആവണി രാകേഷ്, മംഗളം കളി കലാകാരൻ ഊരുമൂപ്പൻ P. വേണു, ആധ്യാത്മിക പ്രവർത്തക നാരായണി എന്നിവർ സംബന്ധിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ജിഷ്ണുരാജ് സ്വാഗതവും കൺവീനർ സനൽകുമാർ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി സഹസ്രനാമ പാരായണം, ചിത്രരചനാ മത്സരം, പുരാണ പ്രശ്നോത്തരി, പൂരക്കളി, കൈകൊട്ടിക്കളി, തിരുവാതിര തുടങ്ങി വിവിധ കലാസാംസ്കാരിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാർച്ച് 15 കോട്ടപ്പാറയിൽ നടക്കുന്ന മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി മാതൃസംഗമം സംഘടിപ്പിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഊട്ടുപുരയിൽ മാതൃസംഗമം നടന്നു. മാർച്ച് 15 കോട്ടപ്പാറയിൽ നടക്കുന്ന മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ ഭാഗമായി മാതൃസംഗമം സംഘടിപ്പിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഊട്ടുപുരയിൽ നടന്ന മാതൃസംഗമം ശ്രീശങ്കരം സനാതന ധർമ്മ പഠന കേന്ദ്രം ധർമ്മപുരി 3-ാം മൈൽ ബ്രഹ്മചാരി സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഏകതാ സമ്മേളനം മാതൃസമിതി പ്രസിഡന്റ് P. ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഹിന്ദു ഏകതാ സമ്മേളനം സംഘാടക സമിതി ചെയർമാൻ വിനോരാജ് കോട്ടപ്പാറ, കൺവീനർ T. ചന്ദ്രൻ കക്കട്ടിൽ, വാർഡ് മെമ്പർ K. ശോഭന, വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രസിഡന്റ് PR ശശിധരൻ, ക്ഷേത്രം മാതൃസമിതി പ്രസിഡന്റ് ഉഷാകുമാരൻ, T. നാരായണൻ എന്നിവർ സംസാരിച്ചു. ഹിന്ദു ഏകതാ സമ്മേളനം മാതൃസമിതി സെക്രട്ടറി പുഷ്പ ഭാസ്കരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പത്മാവതി കോട്ടപ്പാറ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി 12 മടിക്കൈ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ രഥയാത്ര, ബൈക്ക് റാലി, കൊടിമര പ്രയാണവും 3 വൈകിട്ട് 7 മണിക്ക് യുവാക്കൾക്കായി കബഡി മത്സരവും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പണത്തടി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടത്തി. സമ്മേളനം ഇടനീർ മഠാധിപതി ശ്രീ സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം മായത്തി ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. പാണത്തൂർ വിവേകാനന്ദ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ആലപിച്ച പ്രാർത്ഥനാ ഗാനത്തോടുകൂടി ആരംഭിച്ച സമ്മേളനം ഇടനീർ മഠാധിപതി ശ്രീ ശ്രീ ಸಚ್ಚಿದಾನಂದ ಭಾರತಿ ಸ್ವಾಮಿಗಳು ಉದ್ಘಾಟನೆ ചെയ്തു. ಸಮಾಜವನ್ನು ಯಾವುದು ವಿಭಜಿಸುವುದು ಅದು ಧರ್ಮವಾಗಿ ಇರಲಿಕ್ಕೆ ಸಾಧ್ಯ ಇಲ್ಲ. ಹಿಂದೂ ಧರ್ಮ
ಅನಾದಿ ಕಾಲದಿಂದಲೂ ಸಮಾಜವನ್ನು ಒಟ್ಟು ಮಾಡುವಂತಹ ಕೆಲಸವನ್ನು ಮಾಡಿದೆ. ಯಾಕೆಂದರೆ ನಮ್ಮ ಧರ್ಮದಲ್ಲಿ ನಾವು ಹೇಗೆ ಧರ್ಮದಿಂದ ಬದುಕಬೇಕು, ನಾವು ಹೇಗೆ ಸತ್ಯದಿಂದ ಬದುಕಬೇಕು ಅನ್ನೋದನ್ನು ತಿಳಿಸಿದ್ದಾರೆ. ನಮ್ಮ ಹಿರಿಯರು ಅದರಲ್ಲಿ ವಿಶದವಾಗಿ ತಿಳಿಸಿದ್ದಾರೆ. ಹಾಗಿರುವಾಗ ಮುಖ್ಯವಾಗಿ ಈ ಧರ್ಮ ಇನ್ನೂ ಕೂಡ ಅದು ಗಟ್ಟಿಯಾಗಿ ಇರಬೇಕಿದ್ರೆ, ಅದು ಸತ್ವಯುತವಾಗಿ ಇರಬೇಕಿದ್ರೆ ಸಮಾಜ ಒಗ್ಗಟ್ಟಾಗುವಂಥ, ಸಮಾಜ ಒಟ್ಟಿಗಾಗುವಂಥ ಒಂದು ಅನಿವಾರ್ಯತೆ. ಇವತ್ತು ಒಂದು ಸಮಾಜ ಬಹಳಷ್ಟು ಸವಾಲುಗಳನ್ನು ಇವತ್ತು ಎದುರಿಸ್ತಾ ಇದೆ. സംഘാടക സമിതി ചെയർമാൻ ആർ മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. ടി സുധീഷ് മുഖ്യപ്രഭാഷണം നടത്തി. വിശ്വ ഹിന്ദു പരിഷത്ത് മാതൃശക്തി കണ്ണൂർ വിഭാഗ് സംയോജിക സതി കോടോത്ത്, ബ്രാഹ്മണ പരിഷത്ത് ജില്ലാ സെക്രട്ടറി ആർ സൂര്യനാരായണ ഭട്ട്, NSS താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നാരായണൻ, SNDP പാണത്തൂർ ശാഖ സെക്രട്ടറി പി വിനോദ്, വിശ്വകർമ്മ സഭ പ്രതിനിധി പുരുഷോത്തമൻ ET, അമൃത സംഘം താലൂക്ക് കോർഡിനേറ്റർ ജയശ്രീ S എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ NR ദിലീപ് സ്വാഗതവും ട്രഷറർ P അനിൽകുമാർ നന്ദിയും പറഞ്ഞു. കൃഷ്ണവേണി ദേശഭക്തി ഗാനം ആലപിച്ചു. തുടർന്ന് മായത്തി ശ്രീമയി ഭജൻസിന്റെ സങ്കീർത്തനവും നടന്നു. P രാമചന്ദ്ര സരളായ, KK വേണുഗോപാൽ, M ഷിബു, ജയറാം സരളായ, MK സുരേഷ്, G രാമചന്ദ്രൻ, സുരേഷ് K, കൃഷ്ണൻകുട്ടി K, പ്രദീപ് കുമാർ KC എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഗ്രന്ഥശാലകളിൽ സ്ത്രീ കൂട്ടായ്മയും സർഗാത്മകതയും സജീവമാക്കാനും മുഴുവൻ ഗ്രന്ഥശാലകളിലും വനിതാവേദികൾ രൂപീകരിക്കാനും ഓസ്തൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം തീരുമാനിച്ചു. ഗ്രന്ഥശാലകളിൽ സ്ത്രീ കൂട്ടായ്മയും സർഗാത്മകതയും സജീവമാക്കാനും മുഴുവൻ ഗ്രന്ഥശാലകളിലും വനിതാവേദികൾ രൂപീകരിക്കാനും ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം തീരുമാനിച്ചു. ഗ്രന്ഥശാല പരിധിയിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ ആദരിക്കൽ, ദിനാചരണങ്ങൾ സംഘടിപ്പിക്കൽ, സ്ത്രീ മുന്നേറ്റങ്ങൾ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങളുടെ ചർച്ച, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ, പൊതു ആഘോഷങ്ങൾ, വിഷയാധിഷ്ഠിത ചർച്ചകൾ, എഴുത്തുകൂട്ടങ്ങൾ, പ്രാദേശിക സ്ത്രീ ചരിത്ര നിർമ്മാണം, നാടക അവതരണങ്ങൾ, വിവിധ തൊഴിൽ മേഖലകളിലേക്കുള്ള യാത്രകൾ, കൃഷി, സാന്ത്വന പരിചരണങ്ങൾ, മാനസിക സമ്മർദ്ദ പരിഹാര കേന്ദ്രങ്ങൾ, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, കാർഷിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് ഇതിന്റെ ഭാഗമായി വനിതാവേദികളുടെ നേതൃത്വത്തിൽ നടത്തുക. മേലാങ്കോട്ട് ലയൺസ് ക്ലബ് ഹാളിൽ നടന്ന സംഗമം KPV പ്രീത ഉദ്ഘാടനം ചെയ്തു. ഓരോ പഞ്ചായത്തിലും 4-5 ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 5 വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഓരോ താലൂക്കിലും അതിൻ്റെ വലിയ ക്ഷേത്രങ്ങൾ, വമ്പൻ ക്ഷേത്രങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഞാൻ ഒക്ടോബറിൽ കേരളത്തിൽ വന്നത്. കേരളത്തിലെ 10 ലൈബ്രറികളാണ് ഞാൻ സന്ദർശിച്ചത്. ആ 10 ലൈബ്രറികളിൽ കണ്ണൂർ ജില്ലയിലെ ചില ലൈബ്രറികളും ഉണ്ടായിരുന്നു. നമ്മൾ സമ്പൂർണ്ണ ലൈബ്രറികൾ ആയ പഞ്ചായത്തുകളുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, അവിടെ ഓരോ വാർഡിലും ഓരോ ലൈബ്രറികളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എല്ലാ വാർഡുകളിലും ഒരു ലൈബ്രറി എങ്കിലും ഉണ്ടാകണം എന്നുള്ള പ്രവർത്തനം നടക്കുമ്പോൾ മഹാരാഷ്ട്രയിൽ ഓരോ വാർഡിലും ചുരുങ്ങിയതൊരു അമ്പലമെങ്കിലും ഉണ്ടാവണം എന്ന പ്രവർത്തനമാണ് നടത്തുന്നത്. ഇത് രണ്ടും വൈരുദ്ധ്യം എന്നുള്ള അർത്ഥത്തിലല്ല അദ്ദേഹം പറഞ്ഞത്. എന്താണ് മഹാരാഷ്ട്രയിലെയും കേരളത്തിലെയും വ്യത്യാസം എന്ന് നിങ്ങൾക്ക് ഈ ഒരൊറ്റ കാര്യത്തിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി P വേണുഗോപാൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി T രാജൻ, K ലളിത, രമ രാമകൃഷ്ണൻ, A നിത്യ, P കുഞ്ഞിരാമൻ, CV വിജയരാജൻ, T തമ്പാൻ, സുനീഷ് കക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാവേദി നയരേഖ എന്ന വിഷയത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ AM മേരി, സ്ത്രീ എഴുത്ത് വായന എന്ന വിഷയത്തിൽ എഴുത്തുകാരി ബിന്ദു മരങ്ങാട് എന്നിവർ ക്ലാസ് എടുത്തു. C ശാരദ, ഡോക്ടർ പൂമണി പുതിയറക്കൽ എന്നിവർ മോഡറേറ്ററായിരുന്നു. സമാപന സമ്മേളനം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ പൊതുപ്രവർത്തകർക്ക് മാതൃകയെന്ന് KPCC സെക്രട്ടറി M അസ്നാർ അനുസ്മരണ യോഗം നടന്നു.
ഒരു നാട്ടിലെ സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ച അവരുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം കാണുകയും അവർക്ക് തണലാവുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരെന്നും അദ്ദേഹത്തിന്റെ പൊതുജീവിതം പൊതുപ്രവർത്തകർ മാതൃകയാക്കണമെന്നും KPCC സെക്രട്ടറി M. അസിനാർ പറഞ്ഞു. ജില്ലയിലെ പ്രമുഖ സഹകാരിയും കോൺഗ്രസ് നേതാവുമായിരുന്ന കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ 19ാം ചരമവാർഷിക ദിനാചരണത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരണപ്പെട്ട് 1-2 വർഷം മാത്രം സ്മരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 19 വർഷം നമ്മളിന്ന് വിട പറഞ്ഞിട്ടും 19 വർഷം പിന്നിട്ടും ആ മനുഷ്യനെ നമ്മൾ സ്മരിക്കുന്നുണ്ട് എങ്കിൽ അത്രത്തോളം ജനമനസ്സുകളിൽ സ്വാധീനിക്കാനും ജനങ്ങളെ സഹായിക്കാനും കഴിഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയ്ക്ക് മാത്രമേ അത്തരമൊരു അനുസ്മരണം ലഭിക്കൂ. അത്യപൂർവമായ ഒരു അനുസ്മരണം ലഭിക്കാൻ സൗഭാഗ്യം ചെയ്ത ഒരു വലിയ മഹാനായിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഒരു ക്രാന്തദർശിയായ ഒരു പൊതുപ്രവർത്തകനായിട്ട് മാത്രമേ ശ്രീ കരുവാച്ചേരി ബാലകൃഷ്ണനെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രിയപ്പെട്ട നേതാവിൻ്റെ സ്മരണകൾ അനുവദിക്കുന്ന സന്ദർഭത്തിൽ ശ്രീ കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ചടങ്ങിൽ കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ സാംസ്കാരിക വേദി ചെയർമാൻ പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മോഹനൻ, NK രത്നാകരൻ, T. കുഞ്ഞികൃഷ്ണൻ, ഷിബിൻ ഉപ്പിലിക്കൈ, നാരായണ മാരാർ, KG പ്രഭാകരൻ, കുഞ്ഞിക്കണ്ണൻ KV, ഹോസ്റ്റർ ബാങ്ക് സെക്രട്ടറി അനിത കുമാരി, സുജിത് പുതുക്കൈ, പാടിയൽ ബാബു, അലാമി ചേടി റോഡ്, വിനീത് HR, വിജയലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് മോനാച്ച സ്വാഗതവും OV പ്രദീപൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊറഗച്ചൻ തെയ്യക്കോലം കെട്ടിയാടാറുള്ള കാഞ്ഞങ്ങാട് പ്രദേശത്തെ ഏക ദേവസ്ഥാനമായ കല്യാൺ റോഡ് കൊറഗച്ച ദേവസ്ഥാനത്ത് കൊറഗച്ച തെയ്യം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ക്ഷേത്ര പൂജാരി ശശിധരൻ പ്രദീപൻ കാർമ്മികത്വം നിർവഹിച്ചു. കൊറഗച്ചൻ തെയ്യക്കോലം കെട്ടിയാടാറുള്ള കാഞ്ഞങ്ങാട് പ്രദേശത്തെ ഏക ദേവസ്ഥാനമായ കല്യാൺ റോഡ് കൊറഗച്ചൻ ദേവസ്ഥാനത്ത് കൊറഗച്ച തെയ്യക്കോലം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് കൊറഗച്ചൻ തെയ്യത്തെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി എത്തിയത്. മഹോത്സവത്തിന് ക്ഷേത്ര പൂജാരി ശശിധരൻ പ്രദീപൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര പ്രസിഡന്റ് ഭരതൻ, സെക്രട്ടറി അശോകൻ മുട്ടത്ത്, ആഘോഷ കമ്മിറ്റി ചെയർമാൻ വിജയൻ, കൺവീനർ ഷിജു, ശിവൻ ശിവശക്തി, സനിത്, ജിനേഷ്, ഉണ്ണികൃഷ്ണൻ, സുരേന്ദ്രൻ, സനൽകുമാർ, കുമാരി ബാലൻ, അഭിലാഷ്, രതീഷ് മന്നൻ, ബാബു തട്ടിൽ, രമേശൻ ഉണ്ണിപ്പീടിക, രതീഷ് തീയനക്കൊത്തി മൂല, രഞ്ജിത്ത്, ശ്യാംകുമാർ, രവീന്ദ്രൻ മുത്തപ്പന്തറ എന്നിവർ നേതൃത്വം നൽകി. കുടക്, ദക്ഷിണ കർണാടക, കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രസന്നിധിയിൽ ഉത്സവ ദിവസം എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണിയാങ്കുണ്ട് കാറ്റാടി നാഗദേവസ്ഥാനത്തെ 2026 ഏപ്രിൽ 24, 25, 26 തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും കുളികനെ കെട്ടിയാടലിന്റെ ഭാഗമായുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനവും നടന്നു. കണിയാംകുണ്ട് കാറ്റാടി നാഗസ്ഥാനത്തെ 2026 ഏപ്രിൽ 24, 25, 26 എന്നീ തീയതികളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവവും ഗുളികനെ കെട്ടിയാടലിന്റെയും ഭാഗമായുള്ള ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. നാഗസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ പൌരപ്രമുഖനും വ്യവസായിയുമായ ശ്രീ ലക്ഷ്മണ പ്രഭു ആദ്യ ഫണ്ട് ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടി ശ്രീകുമാരൻ വെളിച്ചപ്പാടിന് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കോടോത്ത് നാരായണൻ നായർ, ചെറൂഞ്ഞി രാജൻ, ബാബു കാനത്താടൻ, ഗണപതി, ദിനേശൻ, ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഫണ്ട് സമാഹരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഈ സദസ്സിൽ നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 500 വർഷങ്ങൾ മുമ്പ് തന്നെ ബ്രാഹ്മണരാൽ ആരാധിക്കപ്പെട്ടതും അതുപോലെ തന്നെ നാമാവിശേഷമായത് ഒരു ആരംഭത്തിലുള്ള ഒരു നാഗദേവസ്ഥാനമായിരുന്നു ഇത്. അതിനുശേഷം ഇതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും യാതൊരുവിധ പ്രവർത്തനവും നടക്കാതെ പോവുകയും ചെയ്യുകയുണ്ടായി. അതിനുശേഷം ജനകീയ കമ്മിറ്റി രൂപവൽക്കരിക്കുകയും
പുനഃപ്രതിഷ്ഠ മഹോത്സവം നടത്തി 10 വർഷത്തിന് മുമ്പ് പുനഃപ്രതിഷ്ഠ മഹോത്സവം നടത്തി നല്ലൊരു രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അതിൻ്റെ പ്രതിഷ്ഠാദിനത്തിൻ്റെ ഭാഗമായുള്ള ഓരോ വർഷവും നമ്മൾ പ്രതിഷ്ഠാദിന മഹോത്സവം ആചരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ പ്രതിഷ്ഠാദിനത്തിൻ്റെ വാർഷിക ആഘോഷ ഉത്സവത്തിൻ്റെ ഫണ്ട് ഉദ്ഘാടന സദസ്സാണ് ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാക്കം മഹാവിഷ്ണു ക്ഷേത്ര വാർഷിക മഹോത്സവം ഏപ്രിൽ 20-21 തീയതികളിൽ നടക്കും. മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം പ്രസിദ്ധീകരിച്ച ലഘുപത്രിക പ്രകാശനം ചെയ്തു. പാക്കം മഹാവിഷ്ണു ക്ഷേത്ര വാർഷിക മഹോത്സവം ഏപ്രിൽ 20-21 തീയതികളിലായി നടക്കും. മഹോത്സവത്തിന്റെ പ്രചരണാർത്ഥം പ്രസിദ്ധീകരിച്ച ലഘുപത്രിക പ്രകാശനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞിക്കണ്ണൻ നായർ തുളുച്ചേരി ഭവൻ അധ്യക്ഷത വഹിച്ചു. പുനർനിർമ്മാണ കമ്മിറ്റിയുടെ പ്രഥമ സെക്രട്ടറി കെ നാരായണൻ നായർ ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ നായർ കുളത്തൂർ വീട് ആദ്യ പത്രിക സ്വീകരിച്ചു. മഹോത്സവ ഫണ്ടിലേക്കുള്ള ആദ്യ സംഭാവന UAE കമ്മിറ്റി പ്രസിഡന്റ് എ നാരായണൻ നായർ മുല്ലച്ചേരി വീട് നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ടി കുഞ്ഞിക്കണ്ണൻ നായർ തുളുച്ചേരി ഭവൻ ആദ്യ ഫണ്ട് ഏറ്റുവാങ്ങി. സത്യനാരായണ പൂജയ്ക്കുള്ള ആദ്യ രജിസ്ട്രേഷൻ മാതൃസമിതി പ്രഥമ ചെയർപേഴ്സൺ KV ജയശ്രീ നിർവഹിച്ചു. സത്യനാരായണ പൂജയുടെ ആദ്യ ഫണ്ട് മാതൃസമിതി ചെയർപേഴ്സൺ പുഷ്പലത കുഞ്ഞികൃഷ്ണൻ പാക്കം ഏറ്റുവാങ്ങി. ആദ്യ രസീതി ടി കൃഷ്ണൻ നായർ കുഞ്ഞിക്കണ്ണൻ വാണിയവളപ്പ് ഏറ്റുവാങ്ങി. സേവാസമിതി സെക്രട്ടറി കെ വേണുഗോപാലൻ തായത്ത്, ഗജാൻജി ബാബു മീത്തൽ തുടങ്ങിയവർ സംസാരിച്ചു. ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീധരൻ ചെറൂട്ട സ്വാഗതവും ഗജാൻജി പി സുരേഷ് കുമാർ പുതിയവളപ്പ് നന്ദിയും പറഞ്ഞു. ക്ഷേത്ര സേവാ സമിതി, ഉത്സവാഘോഷ കമ്മിറ്റി, മാതൃസമിതി തുടങ്ങിയവയിലെ അംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളൂട് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്ര പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. ആദിപരാശക്തിയും അഭീഷ്ടവരദായിനിയുമായ വെള്ളുട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി. കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെയാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തിയത്. നിരവധി ഭക്തജനങ്ങൾ കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായി. മാർച്ച് 3 പൊങ്കാല സമർപ്പണം നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ കുഞ്ഞിവളപ്പ് തറവാട് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് നടന്ന വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ആയിരങ്ങൾ സാക്ഷിയായി വയനാട്ടുകുലവൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. പെരിയ കുഞ്ഞിവളപ്പ് തറവാട് വയനാട്ടുകുലവൻ തെയ്യംകെട്ട് ഉത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. വയനാട്ടുകുലവൻ തെയ്യം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ഭക്തജനങ്ങളാണ് പെരിയ കുഞ്ഞിവളപ്പ് തറവാട്ടിൽ വയനാട്ടുകുലവൻ തെയ്യംകെട്ട് മഹോത്സവം ദർശിക്കാനായും വയനാട്ടുകുലവൻ തെയ്യത്തിന്റെ അനുഗ്രഹം തേടിയും എത്തിയത്. ന്യൂസ് ബ്യൂറോ, പെരിയ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഉപ്പളയിൽ വൻ രാസലഹരി വേട്ട. 38.23 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. അടിസ്ഥാന വികസനത്തിന് ഊന്നൽ നൽകി കാഞ്ഞങ്ങാട് നഗരസഭ ബജറ്റ് അവതരണം. അടിസ്ഥാന ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ട് കാസർഗോഡ് ബജറ്റ് അവതരണം നടന്നു. ഹിന്ദു ഏകതാ സമ്മേളനം വിവിധയിടങ്ങളിൽ നടന്നു. ഹെഡ് ലോർഡ് ആൻഡ് ജനറൽ മസൂർ സംഘ് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജയകുമാർ തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തു.
ഗ്രന്ഥശാലകളിൽ സ്ത്രീ കൂട്ടായ്മയും സർഗാത്മകതയും സജീവമാക്കാനും മുഴുവൻ ഗ്രന്ഥശാലകളിലും വനിതാവേദികൾ രൂപീകരിക്കാനും ഓസ്തൂർക്ക് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം തീരുമാനിച്ചു. കരുവാച്ചേരി ബാലകൃഷ്ണൻ നായർ പൊതുപ്രവർത്തകർക്ക് മാതൃകയെന്ന് KPCC സെക്രട്ടറി M. അസ്നാർ. കോൺഗ്രസ് നേതാവായിരുന്ന കരുവാച്ചേരി ബാലകൃഷ്ണൻ നായരുടെ 19ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു M. അസ്നാർ. കൊറഗച്ച തെയ്യക്കോലം കെട്ടിയാടാറുള്ള കാഞ്ഞങ്ങാട് പ്രദേശത്തെ ഏക ദേവസ്ഥാനമായ കല്യാൺ റോഡ് കൊറഗച്ച ദേവസ്ഥാനത്ത് കൊറഗച്ച തെയ്യം അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.